സംസ്ഥാനത്ത് IPS തലപ്പത്ത് വൻ അഴിച്ചുപണി. ADGP MR അജിത് കുമാറിനെ പുതിയ എക്സൈസ് കമ്മീഷണറായി നിയമിച്ചു. DGP മനോജ് എബ്രഹാമിനെ ഫയർഫോഴ്സിൽ നിന്നും മാറ്റി പുതിയ വിജിലൻസ് ഡയറക്ടറുടെ ചുമതല നൽകി. യോഗേഷ് ഗുപ്തയാണ് പുതിയ ഫയർഫോഴ്സ് മേധാവി. സംസ്ഥാനത്ത് അടുത്ത പോലീസ് മേധാവി ആരാകുമെന്ന് ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് പോലീസ് തലപ്പത്ത് വലിയ അഴിച്ചുപണി നടത്തിയത്. DGP IG തസ്തികകളിലാണ് മാറ്റം. ഏതാനും മാസം മുമ്പാണ് DGP തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ച മനോജ് എബ്രഹാം ഫയർഫോഴ്സ് മേധാവിയായി സ്ഥാനമേറ്റത്. എന്നാൽ ഫയർഫോഴ്സിൽ നിന്നും വിജിലൻസ് ഡയറക്ടറായിട്ടാണ് പുതിയ ചുമതല. ഏറെക്കാലമായി വിജിലൻസ് ഡയറക്ടറായി തുടരുന്ന യോഗേഷ് ഗുപ്തയെ ഫയർഫോഴ്സ് മേധാവിയായി നിയമിച്ചു. ബറ്റാലിയൻ ചുമതലയുണ്ടായിരുന്ന MR അജിത് കുമാറിനെ പോലീസിൽ നിന്നു മാറ്റി എക്സൈസ് കമ്മീഷണറായിട്ടാണ് നിയമിച്ചത്. എക്സൈസ് കമ്മീഷണറായിരുന്ന മഹിപാൽ യാദവിനെ ക്രൈംബ്രാഞ്ച് മേധാവിയായി നിയമിച്ചു. ജയിൽ മേധാവിയായിരുന്ന ബൽറാം കുമാർ ഉപാധ്യായെ പോലീസ് അക്കാദമിയുടെ ചുമതലയിലേക്ക് മാറ്റി. മുമ്പ് DGP ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് ജയിൽ മേധാവികൾ ആയിരുന്നതെങ്കിൽ ബറ്റാലിയൻ ചുമതലയിലുണ്ടായിരുന്ന IG സേതുരാമനെയാണ് ജയിൽ മേധാവിയായി നിയമിച്ചിരിക്കുന്നത്. ചട്ടപ്രകാരം IG മാർക്കും ഈ സ്ഥാനം വഹിക്കാം. ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന P പ്രകാശിനെ കോസ്റ്റൽ IG ആയി മാറ്റി നിയമിച്ചു. ക്രൈംബ്രാഞ്ച് IG ആയിരുന്ന A അക്ബറിനെ ഇന്റേണൽ സെക്യൂരിറ്റി വിങ്ങിലേക്ക് മാറ്റി. ഇന്റലിജൻസ് വിഭാഗം മേധാവിയായിരുന്ന G സ്പർജൻ കുമാറിനെ ക്രൈംബ്രാഞ്ചിലേക്കാണ് മാറ്റി നിയമനം നൽകിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.